ഹലോ. വെൽക്കം ബാക്ക് ടു റീബുക്ക് എഡ്യൂക്കേഷൻ. അപ്പോൾ റീബുക്ക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്കൊരു ക്ലാസ് എടുത്തേക്കാണ്. അപ്പോൾ 2 മണിക്ക് വന്ന എല്ലാ മക്കളും ഞാൻ പാക്കണം. കാരണം ഉച്ചയൊക്കെ കഴിഞ്ഞ് ഉച്ച സമയത്ത് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങളിത് പഠിക്കാൻ വേണ്ടി വന്നില്ലേ, അവർക്ക് ഞാൻ നല്ലൊരു താങ്ക്സ് പറയണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു ബേസിക് സീരീസ് എടുക്കാം കേട്ടോ. ഇംഗ്ലീഷിൻ്റെ ഒരു ബേസിക് ക്ലാസ് എടുക്കുകയാണ്. ശരിക്കും ഇംഗ്ലീഷിൽ എന്ത് ബേസ് അറിയണ്ടേ? ഇംഗ്ലീഷിൽ അറിയാൻ ബേസൊന്നുമില്ല. കാരണം നിങ്ങൾ പണ്ടൊട്ടേ പഠിക്കണ ABCD ഒക്കെ നമുക്കിപ്പോഴും കാണാപ്പാടാണ്. കാരണം നമ്മൾ അംഗനവാടി തൊട്ട് നമ്മൾ ABCD പഠിക്കണം. അപ്പോൾ അതാരും മറന്നുമില്ല. അപ്പോൾ പിന്നെന്താ ഇംഗ്ലീഷിൻ്റെ ബേസ്? ഗ്രാമറൊക്കെ അവർ റൈറ്റിംഗ്, റീഡിങ് ഇതൊക്കെ ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ ഇംഗ്ലീഷിൻ്റെ ഒരു ഗ്രാമർ വൊക്കാബുലറി അതൊക്കെ ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഗമാണ്. ഇനി അതാണോ ഇന്നത്തെ ബേസിൽ പഠിക്കണത്? അതല്ല നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ബേസിക് സീരീസ് പാർട്ട് 1 എഴുതിയിട്ടുണ്ടല്ലോ, അത് ഞാനൊന്ന് തിരുത്താണ്. ബേസിക് സീരീസ് അല്ല, ഇതൊരു ബേസിക് മാത്രമേ ഉള്ളൂ. ഇതൊരു ക്ലാസ്സേ ഉള്ളൂ. ബേസിക് സീരീസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പാർട്ട് 1 എന്ന് പറഞ്ഞൊരു ക്ലാസ് മാത്രമേ ഉള്ളൂ. പാർട്ട് 2 ഇല്ല. പാർട്ട് 2 ഇല്ല. ഇത് തമ്മിൽ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അടുത്ത വർഷം മാർച്ചിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം SSLC എക്സാമാണ്. SSLC ഇംഗ്ലീഷ് നമ്മൾ പൊളിച്ചെടുക്കും. ഓക്കെ, എന്നാൽ നമ്മുടെ ഇംഗ്ലീഷിന് എത്ര യൂണിറ്റ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഈ വർഷത്തെ നമ്മുടെ ഇംഗ്ലീഷിന് എത്ര യൂണിറ്റ് ചാപ്റ്റേഴ്സും ഉണ്ട്? ഈ വർഷത്തെ ഇംഗ്ലീഷ് 2026-27 എത്ര യൂണിറ്റ് ഉണ്ട്? പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ. ടെക്സ്റ്റ് തുറന്നു നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും ടെക്സ്റ്റ് തുറന്നു നോക്കിയിട്ടുണ്ടോ? തുറന്നു നോക്കിയവർക്കറിയാം. നമുക്ക് 5 യൂണിറ്റാണ് ഉള്ളത്. നമുക്ക് ഒരു ടെക്സ്റ്റിലല്ല, നമുക്ക് ഒരു ടെക്സ്റ്റിൽ 3 യൂണിറ്റ് ഉണ്ട്, അടുത്ത ടെക്സ്റ്റിൽ 2 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 2 ടെക്സ്റ്റിന് കൂടി നമുക്ക് 5 യൂണിറ്റാണ് ഈ ഒരു വർഷം പഠിക്കാനുള്ളത്. അതിലെല്ലാം കൂടി നമുക്ക് 15 ചാപ്റ്റേഴ്സാണ് ഈ വർഷം പഠിക്കാനുള്ളത്. 15 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ ഒരു വർഷം പഠിക്കാനുള്ളത്. കാരണം നമ്മുടെ ഓരോ യൂണിറ്റിലും എത്ര ചാപ്റ്റർ വെച്ചിട്ടുണ്ട്? ഓരോ യൂണിറ്റിലും 3 ചാപ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. 3C എന്ന് പറഞ്ഞാൽ 3 ചാപ്റ്റർ. ഓക്കെ, 3 ചാപ്റ്റർ വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് മാർക്കൊന്നുമില്ല. ഓക്കെ, 3 ചാപ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, 3 ചാപ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 × 5 അഥവാ എല്ലാ യൂണിറ്റിലും 3 ചാപ്റ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റിലും 3 ചാപ്റ്റർ വെച്ചിട്ടുണ്ടാകുമ്പോൾ 5 × 3 ആകുമ്പോൾ 15. അപ്പോൾ ഫുള്ള് 15 ചാപ്റ്റർ. ഇത് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണെന്ന് പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റിൻ്റെ, ഇംഗ്ലീഷ് പാർട്ട് 1 ടെക്സ്റ്റിൻ്റെ ഇൻ്റർഫേസ്. ഇങ്ങനെയാണ് വരിക. ഉണ്ടല്ലേ? 10ാം ക്ലാസ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ത്യ പോട്ടെ കേരളം. ആദ്യത്തെ 2 യൂണിറ്റാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം SSLC എക്സാമിന് എസ്സേകൾ കൂടുതൽ വരുന്ന ഒരു യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ്. ഇത് പ്രത്യേകിച്ച് ഈ ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ വെരി ഓൾഡ് മാൻ വിത്ത് അനോമസ് വിൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ നിന്ന് എസ്സേ വരും. 6 മാർക്കിൻ്റെ എസ്സേകളൊക്കെയാണ്
മെയിൻലി വരുന്നത്. 7 മാർക്കിൻ്റെ വരാറുണ്ടോയെന്ന് എനിക്കറിയില്ല. 6 മാർക്കിൻ്റെ എക്സൈകളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് വരാറുണ്ട്. ഓക്കെ, എന്നാൽ ഫസ്റ്റ് യൂണിറ്റാണ് ട്രയൽസ് ആൻഡ് ട്രംബിൾസ്. ഓക്കെ, വളരെ ഒരു ഇതായിട്ടുള്ളൊരു പേരാണ്. ഓക്കെ, യൂണിറ്റ് 2ൻ്റെ പേരാണ് പാത്ത് ടു പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നോക്കാം. ഇതിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് അതിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ്. ഒരു വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. പേര് താഴെ ചാടിയതാ. ഓക്കെ, വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. അടുത്തത് ഇൻ ദ ആർട്ടിക് എന്ന് പറഞ്ഞൊരു, ആർട്ടിക് അല്ല ആർട്ടിക് എന്ന് പറഞ്ഞൊരു കഥയാണ്. അടുത്തത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റ് പഠിക്കുന്നത്. അടുത്തത് വെറുതെ ഒന്ന് പറഞ്ഞു പോവാം. പാത്ത് ടു പ്രോഗ്രസ്. ഓക്കെ, പാത്ത് ടു പ്രോഗ്രസ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. എന്താണെന്നറിയില്ല, ജലദോഷ. ഉച്ച സമയമായാലും ജലദോഷ. ഫീനിക്സ് റൈസ്. ഫീനിക്സ് അല്ലേ? അതെ. അടുത്തത് സീഡിങ് എന്ന് പറഞ്ഞൊരു പോയമാണ്. അതെ, പിന്നെ പറയാം. അടുത്തത് യൂണിറ്റ് 3 ദ ട്രംബിൾസ് ഓഫ് ചേഞ്ച്. മൂന്നാമത്തെ യൂണിറ്റാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് അനദർ ഡേ ഇൻ പാരഡൈസ്. അതൊരു സോങ്ങാണ്, നമ്മളൊരു പോയമായിട്ട് എടുക്കും. അടുത്തത് വാർ എന്ന് പറഞ്ഞാണ്. പിന്നെ എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അത്രയാണ് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റിലുള്ളത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ടെക്സ്റ്റിലേക്ക് വരികയാണ്. രണ്ടാമത്തെ ടെക്സ്റ്റിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. പാർട്ട് 2. ഓക്കെ, സെറ്റാണെങ്കിൽ സെറ്റൊന്നും ഇട്ടേ, കമൻറ്റ് ബോക്സ് നിറയട്ടെ. സെറ്റ്. നമ്മൾ സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്ററിനെ കുറിച്ച് ചെറിയൊരു ധാരണ മതി എല്ലാവർക്കും. അല്ലാതെ ഇത് തന്നെ എല്ലാം അരച്ച് വലിക്ക് കുടിച്ച് ഇതാവണമെന്നൊന്നുമില്ല. അതൊന്ന് ധാരിച്ച് വെച്ചാൽ മതി. ഫസ്റ്റത്തെ യൂണിറ്റ് മാത്രം ഇപ്പം നമ്മളൊന്ന് നോക്കിയാൽ മതി. അതാണ് ഞാൻ പെട്ടെന്ന് പോടാം, അത് മാത്രം പറഞ്ഞിട്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, അങ്ങനെ അടുത്തതിലേക്ക് വരുമ്പോൾ 4ാമത്തെ യൂണിറ്റിൽ വുഡൻ ലാൻഡ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞൊരു യൂണിറ്റാണ്. അതിൽ ഫസ്റ്റത്തെയാണ് ശാകുന്തളം. ഇതെവിടെയോ മലയാളത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, ശാകുന്തളം. എവിടെയാ കേട്ടിരിക്കണേ? ശാകുന്തളം കൊള്ളാനേ. ഓക്കെ, അടുത്തത് ട്രിൽസ് ആൻഡ് ത്രിൽസ്. ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ്. ഇനി എ വൈൽഡ് ഓഫ് സൺ അറ്റ് കൂൽ. ഓക്കെ, 5ാമത്തെ യൂണിറ്റാണ് സോങ് ഓഫ് ദ സെൽഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ചാപ്റ്റർ പോട്ടെ, യൂണിറ്റാണ്. അതിൽ 3 ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടി കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. ടെസ്റ്റ് കിട്ടിയവരാണെങ്കിൽ പാർട്ട് 2 ടെസ്റ്റ് ഇപ്പോൾ കിട്ടി കാണില്ല. പാർട്ട് 1 ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഇനി ഷാൽ ബി ബിഗിൻ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ ശ്രദ്ധിക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എഴുതിയത് 80 മാർക്കിനാണ്. അതേപോലെ തന്നെ സെയിം ആയിട്ടാണ് 10ാം ക്ലാസ്സിലും നിങ്ങൾ 80 മാർക്കിലാണ് എഴുതാൻ പോകുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് എത്ര പരീക്ഷ ഉണ്ടോ അതൊക്കെ നിങ്ങൾ 80 മാർക്കിനാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര പോർഷനൊക്കെ വരും, എത്ര പോർഷനാണ് വരിക?
ഏതൊക്കെ എക്സാമാണ്? നമുക്ക് 4 എക്സാമാണുള്ളത്. ഒന്നാമത്തെ ഓണം എക്സാം, രണ്ടാമത്തെ ക്രിസ്മസ് എക്സാം, മൂന്നാമത്തെ മോഡൽ എക്സാം, നാലാമത്തെ SSLC എക്സാം. ഇതിലൊക്കെ എത്ര മാർക്കിനായിരിക്കും വരിക? ഇത് കുറച്ചും കൂടെ നീക്കണം. ഇതിനൊക്കെ എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് വെച്ച് വരും? അങ്ങനെ ചോദിക്കണം. ഞാൻ പറയാം മക്കളെ, ഞാൻ പറയാണ്. ഫസ്റ്റത്തെ ഓണം എക്സാമിന് നിങ്ങൾക്ക് 2 യൂണിറ്റ് ഉണ്ടാവും. 2 യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ, 2 യൂണിറ്റ് ഉണ്ടാവും. ഒരു മിനിറ്റ്. ഓക്കെ, 2 യൂണിറ്റ് ഉണ്ടാവും. ഏതൊക്കെയാ? ഫസ്റ്റത്തെ 2 യൂണിറ്റ്, 1ഉം 2ഉം. ഓക്കെ, 1ഉം 2 യൂണിറ്റുകൾ ഉണ്ടാവും. ഏതാണ്? ഫസ്റ്റത്തെ ട്രയൽസ് ആൻഡ് ട്രബിൾസ്, പിന്നെ പാത്ത് ഓഫ് പ്രോഗ്രസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പോട്ടെ, യൂണിറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് 2 യൂണിറ്റ് ഉണ്ടാവും. അവിടെ നിങ്ങൾ 2 യൂണിറ്റാണുള്ളത്. ഏതൊക്കെയാ? 3ഉം 4ഉം. 3, 4 യൂണിറ്റ്. 3, 4 യൂണിറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള എക്സാമാണ് മോഡൽ എക്സാം. മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് 5 യൂണിറ്റിൽ നിന്നും വരും. 5 യൂണിറ്റിൽ നിന്നും വരും. ഈ SSLC എക്സാമിന് മുമ്പുള്ളതാണ് മോഡൽ എക്സാം. അതിൽ നിങ്ങൾക്ക് 5 യൂണിറ്റിൽ നിന്നും വരും. SSLC എക്സാമിന് നിങ്ങൾക്ക് 5 യൂണിറ്റിൽ നിന്നും വരും. ഓക്കെ, 5 യൂണിറ്റും കൂടി 15 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് മോഡൽ എക്സാമിനും SSLC എക്സാമിനും വരിക. ഓക്കെ, സെറ്റാണോ? ഓക്കെ, വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 15 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ 10 പ്രോസാണ്. 10 പ്രോസാണ്. പ്രോസ് അഥവാ കഥയാണ്, സ്റ്റോറി പോലെയാണ്. ഓക്കെ, 5 പോയമാണ്. അങ്ങനെയാണ് 15 വരുന്നത്. അങ്ങനെയാണ് 15 വരുന്നത്. 10 സ്റ്റോറി പോലെയാണ്, 5 പോയം പോലെയാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കാം. 10 നമുക്ക് 10 ഒന്ന് നോക്കി വെച്ചേക്കാം. എന്നാൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ട്രയൽസ് ആൻഡ് ട്രബിൾസ്. അതെ, ഒരു ഇതുണ്ട്. അപ്പോൾ ഇനി പറയാൻ പോണ കാര്യമൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. ട്രയൽസിൻ്റെ അർത്ഥം എന്താണ്? ട്രയൽസിൻ്റെ അർത്ഥം ഡിഫിക്കൽട്സ്, പ്രോബ്ലംസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്നാണ്. ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ പ്രോബ്ലം അല്ലെങ്കിൽ ചലഞ്ചസ്. ഇനി ട്രബിൾസ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നുള്ള വിജയമാണ്. അഥവാ ഒരു ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള സക്സസ്, ഈ പ്രോബ്ലം ആണെങ്കിൽ അതിൽ നിന്നുള്ള സൊല്യൂഷൻ, ഇപ്പോൾ ചലഞ്ചസ് ആണെങ്കിൽ അതിൽ നിന്നുള്ള വിക്ടറീസ്. ഓക്കെ, അപ്പോൾ സക്സസ് അല്ലെങ്കിൽ വിക്ടറീസ് എന്നുള്ളതാണ് അത്. ഇത് പറയുന്നത് ഒരാളുടെ ലൈഫിനെ കുറിച്ചാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിനെ കുറിച്ചാണെന്ന് വിചാരിക്കുക. നമ്മുടെ ലൈഫിനെ കുറിച്ചാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. അല്ലാതെ എപ്പോഴും സന്തോഷം മാത്രമല്ല, എപ്പോഴെങ്കിലും ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രോബ്ലം വരും. ഈ പ്രോബ്ലത്തിന് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷനും കിട്ടും.
നമുക്ക് എന്ത് കിട്ടും? ഒരു സൊല്യൂഷനും കിട്ടും. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വിജയമാണ്. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വിജയമാണ്, അഥവാ വിക്ടറീസ്. അപ്പോൾ ഒരു ലൈഫിൽ ഒരു ചലഞ്ച് ഉണ്ടാവും, അതിലൊരു പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലം നമ്മൾ ജയിക്കും എന്ന് പറയാൻ, ചലഞ്ച് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ ഒരു വിക്ടറി നേടും, അഥവാ ജയിക്കും. അപ്പോൾ ട്രയൽസ് ആൻഡ് ട്രബിൾസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓക്കെ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ദ സ്ട്രഗിൾ ആൻഡ് ദ സക്സസ് സമ്മൺ എക്സ്പീരിയൻസ് ടു ദ ലൈഫ് ഓർ ജേണി. സെറ്റാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഓക്കെ, 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററാണ് വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിൻസ്. രണ്ടാമത്താണ് ഇൻ ദ ആർട്ടിക്. മൂന്നാമത്തത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞൊരു അടിപൊളി ചാപ്റ്റർ. അപ്പോൾ ഈ 3 ചാപ്റ്ററും നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിൻസ് നമ്മൾ തുടങ്ങുകയല്ല, ഇന്ന് നമ്മൾ പഠിക്കില്ല. ഇത് നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. ഇത് എഴുതിയത് ഗബ്രിയൽ ഗാർസിയ മാർക്വേസ് അല്ലേ. എനിക്ക് ഈ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടില്ല. ഓക്കെ, പുള്ളിക്കാരുടെ ഓതറിൻ്റെ ഇതാണ്. ഗബ്രിയൽ ഗാർസിയ മാർക്വേസ് 1927 മുതൽ 2014 വരെ ജീവിച്ചിരുന്നു. ഈ വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്. ഇയാളൊരു കൊളംബിയൻ നോവലിസ്റ്റായിരുന്നു. ആരാണ്? ഗബ്രി. നമ്മൾ ഗബ്രി എന്ന് വിളിക്കാം, അല്ല ഗബ്രിയൽ എന്നാണ്, നമുക്ക് ഗബ്രിയൽ എന്ന് വിളിക്കാം. ഓക്കെ, ഗബ്രിയൽ ഒരു കൊളംബിയൻ നോവലിസ്റ്റായിരുന്നു. ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഓഫ് 20th century. പുള്ളിക്കാരൻ്റെ ഒരു നല്ലൊരു കലാകാരനായിരുന്നു, അപ്പോൾ എഴുത്ത് നല്ലൊരു റൈറ്ററായിരുന്നു. ഏത് കാലത്ത്? 20ാം നൂറ്റാണ്ടിൽ. ഓക്കെ, ഹി അവാർഡഡ് ദ നോബൽ പ്രൈസ് ഓഫ് ലിറ്ററേച്ചർ ഇൻ 1982. അഥവാ ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 1982. ഹീസ് notable works are Love in Time of Chorea, No One Writers to the Colonel and 100 of Year Solitude. ഇത് പുള്ളിക്കാരൻ്റെ എന്താണ് പുള്ളിക്കാരൻ്റെ ഇതാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മെയിനായിട്ടുള്ള വർക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. വർക്ക് അതിൽ ഏറ്റവും മെയിനായിട്ട് ഉള്ളത് 100 of Year of Solitude. അതിൻ്റെ ഒരു ബുക്കുണ്ട്. പിന്നെ അതൊരു നെറ്റ്ഫ്ലിക്സിലൊരു സീരീസായിട്ട് പോകുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസാണെന്ന് പോകുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഓക്കെ, ഹി വൺ ഓഫ് ദ ബെസ്റ്റ് നൗ ദ അമേരിക്കൻ റൈറ്റർ അവർ ടൈം. അയാളൊരു നല്ലൊരു അമേരിക്കൻ റൈറ്ററായിരുന്നു, ലാറ്റിൻ അമേരിക്കൻ റൈറ്ററായിരുന്നു അവർ ടൈം. ഓക്കെ, ഇത് നിങ്ങളൊന്ന് നോക്കി വച്ചിരിക്കുക. നമ്മുടെ നമുക്ക് ചാപ്റ്റർ തുടങ്ങുമ്പോൾ ചാപ്റ്ററിൽ പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. അതിൽ പാർട്ട് 2 ദിവസമുണ്ട്. ഓക്കെ, പാർട്ട് 1, 2 അത് നമുക്ക് എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചു വരുന്നത് അത് വരെ ഒരു പാർട്ട് ഉണ്ടാവും. ഇതൊന്നും നമ്മൾ കുറച്ച് എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തലയിൽ കയറും. ഈ വെക്കേഷൻ ടൈമിൽ ചാപ്റ്റർ ഫുള്ളായിട്ട് ഒറ്റ എഴുത്തിൽ നമ്മൾ തീർക്കാൻ ശരിയല്ലല്ലോ. അതൊക്കെ നമുക്ക്
ലാസ്റ്റ് പരീക്ഷയുടെ എന്തൊക്കെയാണെങ്കിൽ ഒരു ചാപ്റ്ററൊക്കെ ഇരുത്തിയൊക്കെ തീർക്കണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. നിങ്ങൾ പേടിക്കണ്ട. ഒരു ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീഡ് ചെയ്യാം. നല്ലോണം ഒരു 5 ടൈംസ് റീഡ് ചെയ്യാം. ഒരു 5 ടൈംസ് റീഡ് ചെയ്യാം. 5 ടൈംസ് റീഡ് ചെയ്തിട്ട് ഒരു എന്താ ഇപ്പം തന്നെ അങ്ങ് റീഡ് ചെയ്തോ. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ റീഡ് ചെയ്യുക. ഇപ്പോൾ ഒരു നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് നേരമല്ലേ വേണം. 20 മിനിറ്റ് ആയുള്ളൂ. നമ്മൾ 2 മണിക്ക് തുടങ്ങിയതാണ്. 2:20 ആയതുകൊണ്ടാണ്. 2:20 കഴിഞ്ഞാണ് എനിക്കറിയില്ല. ഓക്കെ, 2:20 ഞാനിപ്പോൾ നോക്കി. അപ്പോൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മണിക്ക് ഒരു 3:30 വരെ നിങ്ങൾ ഇരുന്നൊന്ന് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക. 3:30 വരെ ഇരുന്നൊന്ന് വായിക്കുക. അത്രയും മതി. ഇന്ന് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചാപ്റ്ററിലേക്കായിരിക്കും കേട്ടോ. അടുത്ത ക്ലാസ് ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഫ്രം റീബുക്ക് എഡ്യൂക്കേഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതൊന്ന് വായിക്കാം. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന് വൈകുന്നേരം 7 മണിക്കൊരു ക്ലാസ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ലൈവ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും വരണം, എല്ലാ മക്കളും വരണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നോട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും അതിൻ്റെ അകത്ത് കയറി നോട്ടൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഇത് വൈകുന്നേരം ആയിരിക്കും നോട്ട് വരുന്നത്. എഴുതിയ നോട്ടും എഴുതാത്ത നോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കൃത്യം 7:30 കൃത്യം 7 മണിക്ക് വരിക. എല്ലാവരും കൃത്യം 7 മണിക്ക് വരിക. നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഓക്കെ, എൻ്റെ കയ്യക്ഷരം കുറച്ച് മോശമാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഇന്ന് വൈകുന്നേരം 7:30 എല്ലാവരും വരിക. നമുക്ക് പഠിക്കാം. എല്ലാവരും പഠിക്കുകയാണ്. ഓക്കെ, സെറ്റല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, സമയമില്ല. ഉച്ച സമയത്ത് നല്ല ഉറക്കം വരുമായിരിക്കും അല്ലേ? ഫുഡൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും വെറുതെ. അപ്പോൾ എന്തായാലും നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നിങ്ങളതൊന്ന് വായിക്കുക. പിന്നെ 7 മണിക്കുള്ള ഇതിന് വരിക. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ബേസിക് സീരീസ് ഇവിടെ തീരാണ്. ബേസിക്കായിട്ട് നമുക്ക് എടുക്കാനുള്ള ഗ്രാമർ ടോപ്പിക്സൊക്കെയാണ്. അത് നമ്മൾ എടുക്കും. അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പോൾ see you later. Bye.